ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് ഇവിടെയൊക്കെ നടക്കും. നമ്മുടെ വഴിയിലൊന്നും ഇങ്ങനെ നടക്കുന്ന ഒരു ശീലമുണ്ട്. ഇനി നടക്കും. കുറച്ച് ചെടികൾ, അധികം ചെടികളൊന്നും ഇല്ല, കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടൊന്ന് ഇങ്ങനെ വെറുതെ നടക്കും. ചെടികൾക്കൊരു സന്തോഷം, നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ 2 റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ട്. മഴയായ കാരണം അതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു. 2 റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ട്. മഴയായ കാരണം അത് കൊല്ലുന്നുണ്ട്. അതിങ്ങനെ ഇതായിണ്ട്, വെള്ളം വീണിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ചോറിനൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മുടെ അത്തം വരികയാണ്. അപ്പം അത്തത്തിന് പൂക്കളിടണം. മോളുണ്ടെങ്കിൽ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല, എല്ലാം മോള് തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ മോളില്ലാത്ത കാരണം എല്ലാ ഡ്യൂട്ടി നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രേശി ഇവിടെ മിറ്റടിച്ചവരുണ്ട്. മിറ്റടിച്ചവരി കഴുകി ഇതൊക്കെയാണ് ഞങ്ങൾ അത്തക്കള ഇടാറ്. ആകെ പൊടിയാണ്, മണ്ണ് കയറിയിട്ട്. റോഡ് ഇടാറിയാത്ത കാരണം മണ്ണ് ഫുള്ള് മണ്ണാണ്. ചന്ദ്രേശി അടിച്ചവരുണ്ട്. അപ്പം അടിച്ചവരതിന് ശേഷം മിറ്റം കഴുകണം. കുറച്ച് പണികളുണ്ട്. അപ്പം അത്തത്തിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ തുടങ്ങുകയാണ്. അപ്പം നമുക്കിനി കഴുകുമ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾ അടിച്ചവരി ഇനിയത് കഴുകുകയാണ്, മിറ്റം കഴുകുകയാണ്. മിറ്റൊക്കെ നന്നായി കഴുകി മണ്ണൊക്കെ കളഞ്ഞിട്ട് പൂക്കിടാൻ വേണ്ടിയിട്ട് കഴുകുകയാണ്. ഇതാണ് നമ്മുടെ മിറ്റത്തിൻ്റെ അവസ്ഥ. കട്ട വലിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഫുള്ള് മണ്ണാണ്. ഇതാണ് റോഡ്. അപ്പോൾ വെള്ളമൊക്കെ അടിച്ചു, മിറ്റം കഴുകി. ഇനിയും പണികൾ കുറേ ഉണ്ട് മിറ്റം. അപ്പം ഇനി കാണാം. അപ്പം ഞങ്ങൾ മുറ്റൊക്കെ കഴുകി. മഴ അപ്പോൾ വന്നു വെച്ചെങ്കിൽ ഇപ്പം നല്ല വെയിലാണ്. മുറ്റൊക്കെ കഴുകി ഞങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട്. മുറ്റൊക്കെ കഴുകി ഞങ്ങൾ സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഫുള്ള് മുറ്റം കഴുകി ഭംഗിയാക്കിയിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എനിക്ക് കുറച്ച് മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തെ വീട്ടിൽ താക്ക കൊടുന്നത് എന്താണ്, ഫ്രഷ് മുരിങ്ങക്കായാണ്. നാളേക്ക് അത് വെച്ചാൽ അങ്ങനെ വാടിയ പോലെയാവും. അപ്പോൾ ഞാൻ ഒന്ന് തന്നെ അത് ഉപ്പേരിയൊക്കെയാണെന്ന് വിചാരിച്ചേ. ഉള്ളിമുളക് പെട്ട കുത്തി കാച്ചിയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അത് നന്നാക്കണതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഫേസ് പാക്ക് ഇട്ടുണ്ട്. അപ്പോൾ നന്നാക്കുമ്പോഴേക്കും മുഖത്ത് ഫേസ് പാക്കൊക്കെ ഒന്ന് ഉണങ്ങിക്കോളും. അപ്പോൾ ഇത് ഞാൻ ഒരു ചാനലിൽ കണ്ടതാണ്. ഈ ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ മുഖം നല്ല ഗ്ലേസിങ് വരുന്നൊക്കെ. ഞാൻ എന്തായാലും അത് ഇട്ട് നോക്കിയിട്ടുണ്ട്. ഇട്ടിട്ട് എന്താ വിശേഷം എന്ന് പിന്നെ പറഞ്ഞുതരാം. ഏത് ഫേസ് പാക്കാന്ന് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരും. ഓക്കെ. എല്ലാവരും ചോറൊക്കെ ഉണ്ടാ. ഞങ്ങൾ മിറ്റത്തിൻ്റെ പൂക്കളത്തിൻ്റെ ഇതൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്തത് പൂ മേടിക്കാൻ പോവാണ്. പൂ മേടിക്കാൻ ഞങ്ങൾ കുന്നംകുളത്തേക്കാണ് പോവാറ്. പൂ മേടിച്ചിട്ട് വരാം. പൂക്കളം ഇടാൻ നാളെ പൂ മേടിച്ചിട്ട് വരാം. അച്ചായനുണ്ട്. അപ്പം ഞങ്ങൾ കുന്നംകുളത്തേക്ക് പൂ മേടിക്കാൻ പോവാണ്. എന്താണ് ഇപ്രാവശ്യത്തെ പൂക്കളത്തിൻ്റെ ഐഡിയകൾ വലുതുണ്ടോ? പത്തോസുടാനുള്ള ഐഡിയകള് കത്തൂസ ആ നാളുകൾക്ക് അനുസരിച്ചിട്ടുള്ള പൂക്കളാണ് ഡിപ്രഷൻ പഠിക്കണേ. പോലെയുള്ള ആളിലും ആ നാളിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുള്ള സാധനങ്ങളാണ്. അപ്പൊ ഞങ്ങള് പൂ മേടിച്ചിട്ട് വരാം. പൂക്കടയിൽ എത്തിയിട്ട് നമ്മള് പൂ മേടിക്കാണ്. നമ്മളെല്ലാ കൊല്ലം ഇവിടുന്നാണ് പുഷ്പാഞ്ജലി എന്നാണ് പൂ മേടിക്കാറ്. അതാണ് നമ്മളെ ഏട്ടൻ. ഇനി 10 ദിവസം നമുക്ക് ഇവിടെയാണ് ഇനി ജോലി. അപ്പൊ ഞങ്ങള് പൂവൊക്കെ മേടിച്ചു. പൂ മേടിക്കുമ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂവിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഞങ്ങളെല്ലാം മേടിച്ചത് അവിടേക്ക് നമ്മൾ പൂവൊക്കെ വാങ്ങിച്ചു. കറണ്ട് ബാങ്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ എല്ലാവരും പൂവിനാണ് ചോദിക്കുന്നത്, വരില്ലേ എന്ന്. പൂവ് കണ്ടപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും പൂവിനെ മിസ് ചെയ്തു. ശരിക്കും വിഷമായി. എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ പൂവൊക്കെ വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ അരിയാൻ. നമ്മൾ പൂവൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഇതൊക്കെ അരിഞ്ഞിണ്ടേ. അരി ഞാൻ ഒറ്റയ്ക്കുള്ളൂ, ആരും ഇല്ലല്ലോ, ഒരുപാടൊന്നുമില്ല. ഇതൊക്കെ അരിയണം. അരിയാൻ ഞാൻ പലകയും കത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ അരിഞ്ഞിട്ട് ഇനി വരാട്ടാ.
അപ്പൊ ഞങ്ങളുടെ പൂവരിയുണ്ട് കഴിയണില്ല. അപ്പൊ വേഗം കഴിക്കാൻ വേണ്ടിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാളം വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വന്തം ആശ വന്നിട്ടുണ്ട്. ഇതാ ഒരാളിവിടെ കിടന്നു തുടങ്ങി. ഒരാളിവിടെ കിടന്ന് നീളം വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പൂവ് ഒരുവിധമൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. അച്ചായം പുറത്ത് വരയ്ക്കുന്നുണ്ട്. നമ്മൾ രാത്രി തന്നെ പൂക്കളം വരച്ചിടുകയാണ്. അപ്പം അച്ചായന് അധികം നേരം മുമ്പിട്ടിരിക്കാൻ പറ്റാത്ത കാരണം സഹായത്തിന് നമ്മുടെ ശ്രീനിയേട്ടനും മോനും വന്നിട്ടുണ്ട്. അവരാണ് ഹെൽപ്പ് ചെയ്യണത്. അപ്പം വരച്ചിട്ട് നാളെ കാലത്ത് ഇടല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ വരയ്ക്കുകയാണ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പൂവൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പൂവ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളത് ഇടാൻ നോക്കട്ടെ, പൂക്കളിടാൻ നോക്കട്ടെ. ഓക്കെ. അപ്പോൾ പൂവ് ഞങ്ങൾക്ക് മതിയായില്ല. പൂവ് ഞെരിയണം. ഇപ്പം ബിജുമോ ഇരുന്നിട്ട് പൂവ് അരിയുണ്ട്. എന്താ ബിജുമോനെ അരിയിലേ? അപ്പു നമ്മുടെ സഹായകൻ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരും ഒരു അപ്പൂനെ കിട്ടാറുണ്ട് സഹായത്തിന്. അപ്പം ഇപ്രാവശ്യം ഈ അപ്പൂനെയാണ് കിട്ടിയത്. ഷായിദ വർക്കിലാണ്, കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അപ്പം ഞങ്ങൾ ഈ വർഷത്തെ അത്തത്തിന് പൂക്കളം ഫിനിഷ് പോയിന്റിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ പൂക്കളം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പോൾ നാളെ പുതിയ പൂക്കളവുമായി നാളെ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. ഓക്കെ. അപ്പോൾ നാളെ പുതിയ പൂക്കളവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.